മനസ്സിലൊരു മഴവില്ലിൽ ഇന്നലെ എന്നോടൊപ്പം ഒരുപാട് രസകരമായ കഥകൾ പറഞ്ഞുകൊണ്ടിരുന്നത് പ്രശസ്ത സംവിധായകൻ സിബി മലയിലും ഭാര്യ ബാലയുമായിരുന്നു. കിരീടം എന്ന് പറയുന്ന ഒരു സിനിമ പിന്നെ ഒരു വ്യക്തിയുടെ നിസ്സഹായാവസ്ഥ അയാളെ അങ്ങനെ കൊണ്ടാക്കുന്നു. സമൂഹമാണ് അയാളെ അങ്ങനെ ആക്കുന്നത്. അതുപോലെ തന്നെ വളരെ ഒരു സാമൂഹിക പ്രസക്തിയുള്ള ഒരു വിഷയമായിരുന്നു സതയം, അല്ലെ? ഇന്ന് നമ്മൾ ഒരുപാട് കേൾക്കുകയും സമൂഹത്തിൽ കാണുകയും ചെയ്യുന്ന ഒരു വിഷയം. ആ സിനിമ സത്യത്തില് നല്ലൊരു വിജയമായിരുന്നു. അത് അത്തരത്തിലുള്ള പരാജയങ്ങൾ നമ്മളെ വല്ലാതെ തളർത്തിക്കളയും ഒരു ഘട്ടത്തിൽ. ഇപ്പം സതയം ഷൂട്ടിംഗ് ഞാൻ കമലതലം ഷൂട്ടിംഗ് നടക്കുന്ന സമയത്താണ് സതയം റിലീസാകുന്നത്. അപ്പം ഞാനും ലാലും വേണുചേട്ടനും ഒക്കെ കൂടെ മുരളി, ഞങ്ങൾ ആ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ തന്നെ, ഞങ്ങളെല്ലാവരും ആനന്ദക്കുട്ടൻ, ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് ഷൊർണൂർ ഒരു വീട്ടിൽ താമസിക്കുകയാണ്. അപ്പോൾ ഒരു രാത്രിയിലാണ്. അപ്പോൾ ലാലിൻ്റെ അന്നത്തെ ലാലിൻ്റെ കൂടെയുള്ള ആന്റണി തൃശ്ശൂർ പോയി പടം കണ്ടു. പടം കണ്ടിട്ട് സാധാരണ പടം അത്ര ആവേശമാണെങ്കിൽ ആന്റണി അവിടെ നിന്ന് വിളിച്ച് പറയണം. പക്ഷെ ആന്റണി വന്നില്ല. ആന്റണി അപ്പം ഞാനും ലാലൊക്കെ വന്ന് വൈകുന്നേരം ഷൂട്ടിംഗ് കഴിഞ്ഞ രാത്രിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ആന്റണി വന്നിട്ട് പറഞ്ഞു, സാർ കുഴപ്പമില്ല പടം, കുഴപ്പമില്ല ആൾക്കാർ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ ഒരു ഉറപ്പില്ലായ്മയുണ്ടല്ലോ, നല്ല പടമാണ് സാർ എന്നൊക്കെ പറയുന്നത്. അപ്പം നമുക്കറിയാം അത് പടം നല്ലതാണെന്ന് നമുക്ക് ബോധ്യമുണ്ട്. പക്ഷെ അത് അത്ര ആൾക്കാർ സ്വീകരിക്കുന്നില്ല. അവർ മോഹൻലാലിന്റെ മരണം ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ അതിന്റെ അത്തരം സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയം അവർക്ക് ഡൈജസ്റ്റ് ആയില്ല. അപ്പൊ ലാലിന് എന്നാണ് നോക്കിയിട്ട് പറഞ്ഞാൽ കുഴപ്പമില്ല, നമ്മളെല്ലാം നന്നായിട്ട് ചെയ്തില്ലേ. ലാലിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് അങ്ങനെയാണ്. ലാല് നമ്മൾ ചെയ്യാനുള്ളത് നന്നായിട്ട് ചെയ്തു, നമ്മൾ നല്ല സിനിമയല്ലേ ചെയ്തത്, പിന്നെ ആൾക്കാർ എടുക്കുന്നത് എടുത്തോട്ടെ, അത് അവരുടെ. നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യുന്നു. നമ്മളുടെ ഒരുപാട് സിനിമകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഓടിയിട്ടുണ്ട്, ചില പരാജയപ്പെട്ടത് പ്രശ്നമൊക്കെ ഉണ്ട്, അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ്. പക്ഷെ എനിക്കത് വല്ലാത്ത ഒരു, ഞാൻ പ്രത്യേകിച്ച് എം ടി സാറിന്റെ കൂടെ ഒരു സിനിമ ചെയ്യുകയും, കാരണം മലയാളികൾ അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ അദ്ദേഹത്തിനോടൊക്കെ സിനിമ ചെയ്യുമ്പോൾ ആ കിട്ടിയ അവസരം, ഞാൻ എന്റെ അവസരത്തെ നന്നായിട്ട് ഉപയോഗിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇല്ല, ഒരു സിനിമയാണ് എന്റെ കരിയറിൽ ഏറ്റവും നല്ല ഒരു ഡയറക്ടർ എന്ന നിലയിൽ ഞാൻ ഏറ്റവും നന്നായി ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്ന സിനിമയും സതയം തന്നെയാണ്. അതിന്റെ മറ്റ് വിജയങ്ങളോ കൊമേഴ്ഷ്യൽ വിജയങ്ങളുടെ കാര്യങ്ങളല്ല. ഇതിന്റെ ഏറ്റവും ക്രൂരത എന്ന് പറയുന്നത് ഇപ്പോഴും ആ സിനിമ ടെലിവിഷനിൽ വരികയാണെങ്കിൽ ഓരോരുത്തർ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും, ഇതൊരു മനോഹരമായ സിനിമയല്ലേ. അങ്ങനത്തെ സിനിമകളൊന്നും ഇപ്പൊ വരുന്നില്ല. എന്തോ റിലീസായപ്പോ ഇവരെല്ലാരും കൂടെ അതിനെ എടുത്ത്. അതന്നെയാണ് ദേവദൂതന്റെ കാര്യത്തിലും. ദേവദൂതന്റെ കാര്യത്തിലും പിന്നെ ഓരോ പ്രാവശ്യം അത് ചാനൽ വരുമ്പോൾ ആൾക്കാർ എന്ത് മനോഹരമായ സിനിമ, എന്തൊരു മേക്കിംഗ് എന്നൊക്കെ പറയും. പക്ഷെ അന്ന് ആരും അതിനെ സ്വീകരിച്ചില്ല. ഇപ്പൊ അങ്ങനെ ഒരുപാട് സിനിമകളുണ്ട്. ഇപ്പൊ ദശരഥവും തിയേറ്ററിൽ ഇറങ്ങിയ സമയത്ത് അത്രമാത്രം സ്വീകരിക്കപ്പെട്ടില്ല. ഇന്ന് ആൾക്കാർ അന്തം വിട്ട് എന്നെ തോന്നുന്നു, അയ്യോ അത്ര വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ അങ്ങനെ ഒരു സിനിമ ചെയ്തോ. കാരണം അന്ന് ഈ ആർട്ടിഫിഷ്യൽ ഇൻസ്പിറേഷൻ ഒക്കെ പറയുന്ന പോലത്തെയുള്ള അത്തരം ചികിത്സാ രീതികളൊന്നും ചിന്തിച്ചിട്ടില്ല. അന്ന് നമ്മളത് ചിന്തിച്ചിരുന്ന ഒരു, ഇന്നിപ്പോ അതിന് അങ്ങനത്തെ ഒന്നും സബ്ജക്ട് പോലും ഇപ്പൊ ആരും ഉണ്ടാക്കുന്നില്ല, അല്ലെ? ഒരു പരിധിവരെ എനിക്ക് എന്റെ ഒരു സംശയമാണ്. ഇപ്പൊ രവീന്ദ്ര മാഷ് തന്നെ എത്ര സിനിമകൾ മ്യൂസിക് ചെയ്തെന്ന്. രവീന്ദ്ര മാഷ് അല്ലെങ്കിൽ ജോൺസേട്ടൻ, ലോഹി സാർ, ഇങ്ങനെയുള്ള ഒരു കൂട്ടുകെട്ടൊക്കെ ഇല്ലാതായതിന്റെ ഒരു മാനസിക വിഷമം അല്ലെങ്കിൽ ഒരു തളർച്ച നന്നായിട്ട് തീർച്ചയായിട്ടും നമുക്ക് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുടെ പിന്മാറ്റം ഉണ്ടായിട്ട്. ഇപ്പം സതയം ചെയ്യുമ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ആരുടെ പറയാറ്, സതയത്തെപ്പറ്റി കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത ഒരു തിരക്കഥാകൃത്ത് പറയുകയായിരുന്നു, എന്തൊരു സിനിമയാണത് എന്നൊക്കെ പറഞ്ഞിട്ട്, സാറിന്റെ ഏറ്റവും നല്ല മേക്കിംഗ് ആയിരുന്നു ആ സിനിമ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ആ സിനിമയുടെ ഒരു ഫ്രെയിമിൽ മോഹൻലാലും തിലകൻ ചേട്ടനും മുരളിയും വേണുചേട്ടനും ഒക്കെ നിൽക്കുകയാണ്. മലയാളത്തിലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച 4-5 അഭിനേതാക്കൾ ഒരുമിച്ച് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഒരു ഫ്രെയിമിൽ നിൽക്കുമ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഈ ക്യാമറയുടെ പുറകിൽ നിന്നിട്ട്, എനിക്കെന്തൊരു ഭാഗ്യമാണ്. കാരണം ഇത്രയും ലെജൻഡറി ആയിട്ടുള്ള ആക്ടേഴ്സ് എന്റെ ഒരു ഫ്രെയിമിലാണ് നിൽക്കുന്നത് എന്നുള്ളൊരു ചിന്ത, അത് ഭയങ്കര. ആ സിനിമ കാണുമ്പോൾ ഞാൻ ചിന്തിക്കും, ഇവരുടെയൊക്കെ ഇത്രയും വലിയ ആൾക്കാരുടെ കൂടെയൊക്കെ അവരുടെ കാലഘട്ടത്തിൽ അവരോടൊപ്പം ജോലി ചെയ്യാനായിട്ട് ലഭിക്കുന്ന ഭാഗ്യങ്ങൾ. തിലകൻ ചേട്ടന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് കിടക്കുകയാണ്. തിലകൻ ചേട്ടൻ ഏറ്റവും തെറ്റിദ്ധരിച്ച് സംസാരിച്ച ഒരാളാണ് വേണുചേട്ടനെയും സിബിച്ചാരും, അല്ലെ? ഹിസൈൻ എസ് അബ്ദുള്ള എന്ന് പറയുന്ന സിനിമയിൽ എപ്പോഴെങ്കിലും തിലകൻ ചേട്ടൻ്റെ അടുത്ത് ഓപ്പൺ ആയിട്ട് അത്തരം കാര്യം സംസാരിക്കാൻ പറ്റിയിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ ആ സിനിമയ്ക്ക് തിലകൻ ചേട്ടനെ അല്ല കാസ്റ്റ് ചെയ്തിരുന്നത്. ഒരിക്കലും അല്ല. കാരണം നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല. കാരണം സംസാരിക്കാൻ പറ്റിയിട്ടില്ല.
നേരിട്ട് സംസാരിച്ചില്ല. നേരിട്ട് സംസാരിക്കാനായിട്ടുള്ള ഒരു അടുപ്പം അവസാന കാലത്ത് അദ്ദേഹം അല്ല, ഇത്രയും നമ്മളുടെ ഫെഫ്കയുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകുമ്പോഴും അതിങ്ങനെ കൊടുമ്പിരി കൊണ്ട് സുകുമാർ അഴീക്കോട് സാർ വരെ ഇടപെട്ട് പല കാര്യങ്ങളും ഒക്കെ പറയുമ്പോഴും എവിടെയെങ്കിലും ഒരിടത്ത് ഇതങ്ങോട്ട് തീർത്ത് കളയാം, ഈ പ്രശ്നം, ഈ ഒരു തെറ്റിദ്ധാരണ തീർത്ത് കളയാം, നേരിട്ട് അദ്ദേഹത്തിനോട് പോയി പറയാമെന്ന് തോന്നി? ഇല്ല, അദ്ദേഹം ഞാനുമായിട്ട് നേരിട്ട് ഒരിക്കലും അങ്ങനത്തെ ഒരു വിഷയം ഡിസ്കസ് ചെയ്തിട്ടില്ല. അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞല്ലാതെ എൻ്റെ അടുത്തോ ലോഹിയെടുത്തോ മറ്റാടുത്തോ നമ്മൾ ഇത് പറഞ്ഞിട്ടില്ല. വാസ്തവത്തിൽ എനിക്ക് തോന്നുന്നത് അദ്ദേഹം ചിലൻ ചേട്ടന്റെ ഒരു പ്രത്യേക സ്വഭാവം, അദ്ദേഹം ചില കാര്യങ്ങൾ അങ്ങനെ ധരിച്ചു വെച്ചിട്ട് അത് ശരിയാണെന്ന് പിന്നെ അദ്ദേഹത്തിന്റെ ഉള്ളിൽ അത് ശരിയാണെന്ന് ബോധ്യമായി മാറുന്നുണ്ടാവും. ഇപ്പം അദ്ദേഹം പറയുന്നത് കൊല്ലങ്കോട് ഷൂട്ടിംഗ് പാലക്കാടാണെന്ന് പറഞ്ഞ് ഞാൻ ഇവിടുന്ന് പാലക്കാടേക്ക് പോയി, ഇവര് തിരുവനന്തപുരത്ത് ഷൂട്ട് ചെയ്തു. അങ്ങനെ സംഭവിക്കത്തില്ല. ഷൂട്ടിങ്ങിന്റെ തലേ ദിവസമല്ല നമ്മൾ ലൊക്കേഷൻ തീരുമാനിക്കുന്നത്. ഞാനും ലോഹിയും കൂടെ കേരളം മുഴുവൻ ലൊക്കേഷൻ തപ്പി നടന്ന് അവസാനം അവിടെ കൊല്ലങ്കോടും നോക്കി, കൊല്ലങ്കോടും പാലസും നോക്കി, തക്കല പാലസ് തീരുമാനിക്കുകയും അതിന്റെ പെർമിഷൻ മേടിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ എത്രയോ 2-3 ആഴ്ചകൾക്ക് മുമ്പ് ആ തീരുമാനങ്ങളൊക്കെ എടുത്താണ്. തിലകൻ ചേട്ടന്റെ അടുത്ത് ആ സിനിമയുടെ ഒരു വിഷയം പറഞ്ഞിട്ടുമില്ല. അപ്പൊ തിലകൻ ചേട്ടൻ ധരിച്ചത്, ഇനി ഒരുപക്ഷെ എനിക്കറിയില്ല ലോഹി എങ്ങാനും പറഞ്ഞിട്ടുണ്ടോ തിലകൻ ചേട്ടന്റെ അടുത്ത് തിക്കുറിശി ചേട്ടൻ ചെയ്ത വേഷത്തിന് വേണ്ടിയിട്ട് വല്ലതും പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അല്ലാതെ വേണിച്ചേട്ടൻ ചെയ്യുന്ന റോൾ എന്തായാലും നമ്മൾ തിലകൻ ചേട്ടന് വേണ്ടിയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുക. കാരണം വളരെ സാധുവായ സ്വാത്വികനായ ഒരു രാജാവാണ്, ഒരു പാവം രാജാവാണ്. തിലകൻ ചേട്ടന്റെ ആ ഒരു ഗാംഭീര്യമൊന്നും ആ കഥാപാത്രത്തിന് ആവശ്യമില്ല. അപ്പൊ തിലകൻ ചേട്ടൻ അങ്ങനെ നമ്മൾ ചിന്തിച്ചിട്ടേയില്ല. ഇത്രയും സോഫ്റ്റ് ആയിട്ട് നമ്മളൊക്കെ കാണുന്നതിനപ്പുറം ഒരു സ്വഭാവം ഉണ്ടോന്ന് അറിയില്ല സിബിചാന്. നമ്മൾ കാണുമ്പോൾ എപ്പോഴും വളരെ സാത്വികനായ, ഉറക്കെ പോലും സംസാരിക്കാത്തൊരു വേറൊരു മുഖം കണ്ടിട്ടുണ്ടോ? ദേഷ്യപ്പെടും. കൂടുതൽ ഇങ്ങനെ തന്നെയാണ്. ചിലപ്പോ വല്ലപ്പോഴും ദേഷ്യം വന്നാൽ അത് അതുപോലെ തന്നെ പോവുകയും ചെയ്യും. ഷൂട്ടിംഗ് സ്ഥലത്തും ദേഷ്യം വരില്ല? ഷൂട്ടിംഗ് ദേഷ്യപ്പെടാൻ ഞാൻ എന്താ പറയാ, ഒന്നാമത്തെ കാര്യം നമ്മളൊരു ദേഷ്യപ്പെട്ടാൽ മൊത്തം അവിടുത്തെ അറ്റ്മോസ്ഫിയർ മോശവും. അവിടെ ഒരാളിപ്പോൾ അഭിനയിക്കുന്ന ഒരാളുടെ അടുത്ത് നമ്മളയാൾ നന്നായി ചെയ്തില്ലെങ്കിൽ അയാളടുത്ത് ദേഷ്യപ്പെട്ട ആളായി കൊള്ളതും കൂടെ പോകും. ഞാനെപ്പോഴും അവരെ എൻകറേജ് ചെയ്യാത്തുള്ളൂ. എന്നാലും നമ്മളെ പ്രൊവോക്ക് ചെയ്യുന്ന എന്തെല്ലാം നമുക്ക് ചുറ്റും നടക്കും ഉണ്ടാവും. പക്ഷെ ദേഷ്യം എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്ന മുഴുവൻ ഈ സിനിമയും അത്തരം കാര്യങ്ങളൊന്നുമില്ല. എനിക്ക് സോഷ്യലി ഉണ്ടാകുന്ന ഇൻജസ്റ്റിസുകളാണ് പലപ്പോഴും എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നത്. ഇന്നിപ്പോ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്നത് അത്തരം കാര്യങ്ങൾ. അതിനുവേണ്ടി എന്ത് ചെയ്യും സിബിചാൻ? ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരുപാട് പരിമിതിയുണ്ട്. കാരണം ആറ്റിറ്റ്യൂഡുകൾ ആൾക്കാരുടെ മാറിക്കൊണ്ടിരിക്കുന്നു, അല്ലെ? ഒരു സഹജീവികളോടുള്ള ഒരു ബഹുമാനം, സ്നേഹം, അത്തരം കാര്യങ്ങളൊക്കെ എനിക്ക് തലമുറ മാറുന്നതനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരും സെൽഫ് സെന്റേഡ് ആകുന്നു. വളരെ എന്റെ മാത്രം എന്റെ കുടുംബം എന്നുള്ളത് പോലും മാറിയിട്ട് ഇപ്പോൾ എന്റെ മാത്രം എന്നൊക്കെ ആൾക്കാർ ചിന്തിക്കുന്ന അത്. പിന്നെ ഞാൻ പറയും, നമ്മുടെ പൊളിറ്റിക്കൽ ഒരു സിനാറിയോ തന്നെ വളരെ വളരെ നമുക്ക് ലജ്ജ തോന്നുന്നുണ്ട്. എനിക്കിപ്പം ടെലിവിഷൻ ഒക്കെ കാണുമ്പോൾ ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയുടെ അല്ലെങ്കിൽ മൊത്തത്തിൽ നമ്മളെ ഭരിക്കുന്ന ആൾക്കാരൊക്കെ നമ്മളെ ലജ്ജിപ്പിക്കുന്നുണ്ട്. അത് ഭയങ്കര, അവർ പറയുന്ന ഭാഷകൾ, അവരുപയോഗിക്കുന്ന വാക്കുകൾ, ഒരു കുടുംബങ്ങളിൽ തുടങ്ങുന്നുണ്ട് അത്തരം ശൈഥില്യങ്ങൾ. ഫാമിലി റിലേഷൻഷിപ്പിൽ അച്ഛനും മക്കളും തമ്മിലുള്ള ബന്ധങ്ങൾ എല്ലാവരും സെൽഫ് സെന്റേഡ് ആകുന്നു. അത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് പരസ്പരം ഇപ്പോൾ ഒരു വീട്ടിലെല്ലാവരും കൂടെ ഒന്നിച്ചിരുന്നുള്ള ഒരു ഇടപെടലോ ഒരു ഷെയറിങ്ങോ ഒരു ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന സാഹചര്യങ്ങൾ പോലും ഇല്ലാതാകുന്നു. എല്ലാവരും വന്ന് അവരവരുടേതായിട്ടുള്ള ലോകത്തേക്ക് മാറുകയാണ്. ഒരു ഫ്ലാറ്റിൽ വന്നാലും മകൻ വന്നാൽ നേരെ അവൻ ചെയ്യുന്ന അവൻ്റെ കമ്പ്യൂട്ടറായിട്ട് അവൻ കയറി, മകൾ വന്ന് അവളുടെ മൊബൈൽ ഫോണായിട്ട് അങ്ങോട്ട് മാറി. ഇത്തരത്തിലെല്ലാവരും അങ്ങനെ ഒരു വ്യക്തി കേന്ദ്രീകൃതമായിട്ടുള്ള ജീവിതമായി, ഷെയറിംഗ് ഇല്ല, പരസ്പരം സ്നേഹമില്ല. അല്ലെങ്കിൽ സിനിമ സമൂഹത്തെ സ്വാധീനിക്കുന്നുണ്ടോ? സിനിമ സമൂഹത്തെ സ്വാധീനിക്കുന്നതിന് ഒരു പരിധിയൊക്കെ ഉണ്ട്. കാരണം അല്ലെങ്കിൽ സിനിമയിലൂടെ ഒരുപാട് നന്മകളെ സന്ദേശങ്ങൾ വന്നിട്ട് ആരാ നന്നായിട്ടുള്ളത്? സിനിമ തന്നെ നന്നാകുന്നില്ല. ഇപ്പൊ സിനിമ തന്നെ മോശമല്ല. സിനിമയിലെ നമ്മൾ ഇപ്പൊ ഏറ്റവും വലിയ ചർച്ചയാവുന്നത് മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ അശ്ലീല പദങ്ങൾ ഉപയോഗിക്കുന്നു എന്നാണല്ലോ. അതെ, അതൊക്കെ അതും ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണെന്നൊക്കെ രീതിയിൽ ചിന്തിക്കുന്നുണ്ടെന്ന് ആൾക്കാർ. അതായത് ഒരാൾ പറഞ്ഞാണ് അതൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്നത്. ഒരു ഡയറക്ടർ പറഞ്ഞു അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ, എന്റെ സിനിമയിൽ അത് നമ്മൾ സാധാരണ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന പറയും. ഞാൻ എന്റെ വീട്ടിലൊന്നും ആ ഭാഷയിലല്ല സംസാരിക്കുന്നത്,
അല്ല, നമ്മൾ സാധാരണ സംസാരിക്കുന്നില്ല ഇത്ര വാക്കുകൾ. അത് അങ്ങനെ നമ്മൾ വീട്ടിൽ ചെയ്യുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ട്, അതൊക്കെ നമുക്ക് പൊതുവേദിയിൽ കാണിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്.